ഞാനിപ്പോൾ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ തലേ കയറി കളിക്കുന്നു. മുമ്പിൽ ഞാൻ ഗ്രീൻ ടീ കുടിക്കലേ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഗ്യാസ് കയറൽ, പിന്നെ അതുപോലെ തന്നെ വിശക്കുന്ന പോലെ തോന്നൽ, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയിലായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഗ്രീൻ ടീ തന്നെ കുടിക്കൽ, കാലത്തും വൈകുന്നേരം. വേറെ ഒരു പ്രശ്നമില്ല. ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം തന്നെയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മുമ്പ് ഗ്രീൻ ടീ ഷുറു കുടിക്കുമ്പോൾ ഞാൻ കുറച്ച് കുടിച്ചോക്കലുണ്ട്. അപ്പോൾ കുടിക്കുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വെക്കും, ഇത് കുടിച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കാം. അപ്പോൾ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ എനിക്ക് പ്രശ്നം വരാൻ തുടങ്ങും. ഗ്യാസ് പോലെ അമ്പക്കം വരും. പിന്നെ അതുപോലെ തന്നെ എന്താ വയറിനെല്ലാം ഒരു പുകയുന്ന പോലെ, വിശക്കുന്ന പോലെയെല്ലാം തോന്നും. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കല്ല ഷുറു അതെനിക്ക് പറഞ്ഞത്. അതായത് ഇതിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നീ അത് മനസ്സിൽ നിന്ന് വിട്ട് ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ കുടിക്കുന്നില്ല എന്ന് വിചാരിച്ച് കുടിക്കുന്നത്. കുറേ ആയി എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എൻ്റെ ലാസ്റ്റ് ഞാൻ ഇപ്പം വിചാരിച്ചു എന്നൊന്ന് കുടിച്ചു നോക്കാം. ഇപ്പോൾ ഒരാഴ്ചയിൽ കുടിച്ചിട്ട് ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല നല്ല ഗുണമാണ് കിട്ടിയത്. കാരണം എനിക്ക് ഗ്യാസ് പ്രോബ്ലം ഉള്ളതെല്ലാം കുറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല വയറിനെല്ലാം സുഖമുണ്ട്. നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഉണ്ടായത്. മനസ്സ് ഫ്രീ ആക്കുമ്പോഴേക്ക് നല്ല ഗുണങ്ങളെ കിട്ടാൻ തുടങ്ങി. ഒന്നൊന്നര മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇത് ഇവിടെ ഇരുന്നിട്ട് എപ്പോൾ ചായ കുടിക്കല്. പക്ഷെ ഇന്ന് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുമ്പോഴേക്ക് ഭയങ്കര തണുപ്പ്. വേഗം അടിച്ച് ഇവിടെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് ഈ മഴ ഒന്ന് പോയിട്ട് വേണം അപ്പുറം വെള്ളം നനക്കാൻ വേണ്ടി പോകാൻ. മഴയൊന്ന് മാറിയപ്പോൾ ഞാൻ വേഗം ചെടിൻ്റെ അടുത്തേക്ക് വന്ന് ഇടയിൽ വെള്ളം നനക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വെള്ളം നനക്കാൻ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ പരിപാടി ഉണ്ടായി. ഇത് വെച്ചിട്ട് ഹിറ്റ് വെച്ചിട്ടുള്ള പണി. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ തലേ കയറി കളിക്കുന്നത്. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാനിത് ഈ ഭാഗത്ത് വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 കടന്നൽ എന്നെ ഓടിച്ചപ്പോൾ ഞാൻ ഓടിയെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സൈഡിലൂടെ ഓടുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചൊക്കെ വീഴാണ്ട് അപ്പുറം എത്തിയത്. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ ജിമ്മിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ സൈഡിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്കിൽ പിടിച്ചിട്ട് എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് അവിടുന്ന് ട്രെയിനർ ഒന്ന് സ്പ്രേ അടിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് കുറച്ചൊന്നും ശരിയായത്, ഫുള്ളായിട്ടൊന്നും ശരിയായിട്ടില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ കയ്യാണ്ട് വന്നിട്ട് വെള്ളം നനച്ചിട്ട് പിന്നെ തീരാനാവും. അവിടെ എത്തുമ്പോഴേക്കാന്ന് കടന്നൽ 3 കണ്ടതും ഞാനവിടെ ഓസൂട്ടിട്ട് ഓടി. തന്നെ ഞാൻ വിചാരിച്ചു നാളെ കാലത്തില്ല പണി ഇതാണ്. ഫസ്റ്റ് ഇതിനെ തുരത്തുക, എന്നിട്ട് ബാക്കിയില്ല. ജിമ്മിനോടെ സമയമാകുമ്പോഴേക്കും മഴയെല്ലാം മാറി നല്ല സൂര്യപ്രകാശമെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ജിമ്മിന് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു പേരുണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും സുഖമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇന്ന് പോവാതിരിക്കാനും കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടെല്ലാം എൻ്റെ കുറേ ക്ലിയറായി ജിമ്മിന് പോകാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അടഞ്ഞ പോലെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് പോകാൻ തുടങ്ങിയോണ്ട് നല്ല സൗണ്ടായി. അപ്പോൾ പിന്നെ വെറുതെ ആ സൗണ്ട് കളയണ്ടല്ലോ. ഇന്ന് ട്വിസ്റ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇന്നല്ല, ഒരു 2 ദിവസത്തേക്ക് ട്വിസ്റ്റ് ഒന്നും ചെയ്യണ്ട. കുറച്ച് ആ ഭാഗം, ആ ഒരു പെയിൻ ഇളകുന്ന ഭാഗത്ത് ഡ്രസ്സ് കൊടുക്കാണ്ട് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ജിമ്മിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെ ഡ്രസ്സ് ഡ്രൈ വാഷിന് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ വാഷിൻ്റെ പിന്നെ മാട്ടൂലില്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്നുള്ളത്, ചെറുന്നുണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞേ. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുന്നുണ്ട് ലയൺ എന്താ പറയുക ബേക്കറിൻ്റെ മേലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് ജിമ്മിന് പോയിട്ട് വരുമ്പോൾ തന്നെ ഇതും അവിടെ കൊടുക്കാം. സ്കൂൾ വിട്ടവരെല്ലാവരും വരുന്നുണ്ട. എല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. ഞാനേ മടക്കരുള്ളൂ, ബാക്കി എല്ലാവരും മാട്ടൂർ തന്നെയാണ്. പിന്നെ ഇറങ്ങുമ്പോഴേക്ക് നല്ല മഴയാണ്. ഇപ്പം ഈ മഴ ഒന്ന് പോയിട്ട് വേണം പോകാൻ വേണ്ടി. കാരണം ഞാൻ ഫോട്ടോ ഒന്നും ഇട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെല്ലാം എങ്ങനെയാണ് ഓട്ടോ? ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നപാട് വേഗം കുളിക്കാനാണ് വിചാരിക്കുക. പക്ഷേ അങ്ങനെ വേഗം കുളിക്കാനും കഴിയില്ല. നമ്മൾ വിയർപ്പെല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കുളിക്കാൻ കഴിയൂ. അപ്പോൾ പിന്നെ വിയർപ്പ് അടങ്ങുന്നതിന് മുമ്പ് പിന്നെ തലയിൽ ഓയിൽ തേക്കാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ പിന്നെ എപ്പോൾ ഒന്നും തലയിൽ ഓയിൽ തേക്കല്ല, എപ്പം കൂടുമ്പോൾ തേക്കില്ല. അതായത് ഒരാഴ്ചയെല്ലാം കൂടുമ്പോൾ തേക്കുള്ളൂ. മുമ്പെല്ലാണെങ്കിൽ പാരച്ചൂട്ട് ഉപയോഗിക്കല്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഓയിലാണ്. ഇതിപ്പോൾ പിന്നെ ഞാൻ ഒരു വൈദ്യരെ പിന്നെ കാണിച്ചിട്ട് തേക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് ഇപ്പോൾ നല്ല കുറച്ച് മുമ്പുള്ള ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലോപേഷ്യ എന്ന് പറയുന്ന രോഗമാണ്. അതായത് പിന്നെ ഇങ്ങനെ എന്താ പറയുക മുടി പൊഴിഞ്ഞു പോയിട്ട് കഷണ്ടി പോലെ ആകും, പുതിയ മുടി വരികയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ PRP ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം ഗുളികയൊക്കെ തന്നു, പക്ഷെ അതിലൊന്നും പിന്നെ എന്താ പറയുക ഓവർകം ഒന്നും ആകുന്നില്ല. അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു PRP ചെയ്യുക, അത് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ PRP ചെയ്യാമെന്നെല്ലാം വിചാരിച്ച് നിന്നായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നീ PRP ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വൈദ്യരുണ്ട്, വൈദ്യരെ പോയി കാണിച്ചു നോക്കുന്നത്. അങ്ങനെ വൈദ്യരെടുത്ത് പോയി കാണിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കുടിക്കുന്നത്. പിന്നെ അകത്ത് കഴിക്കാനും ഉണ്ട് ഈ ഓരോ ഓയിൽ തലക്ക് തേക്കാനും.
ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. നല്ല എന്താ പറയുക, നല്ല അടിപൊളി സ്മെല്ലിലുള്ളൊരു ഓയിലാണ്. ആഴ്ചയിൽ ഒരു ദിവസം ശരിക്കും അവർ പറഞ്ഞു വെച്ചാൽ ഡെയിലി തേക്കണമെന്നാണ്. പക്ഷേ ഈ മുടിയില്ലാതെ ഞാൻ ഡെയിലി തേച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മുട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് കുറച്ച് പിന്നെ ഓയിൽ തേച്ചിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങ് വിടും. അങ്ങനെ ചെയ്യൽ. ഇതിപ്പോൾ 3-4 മാസമായി ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ചെറിയ മാറ്റമുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു മുടിയെല്ലാം പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു മാറ്റമൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പോയിട്ടുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് മാറ്റം വരില്ല, ഗ്രാജുവലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ലൊരു മാറ്റം എന്താ പറയുക വരാൻ തുടങ്ങിയോണ്ട് ഹാപ്പിയായി. അല്ലെങ്കിൽ ഞാൻ PRP ചെയ്യാൻ വിചാരിച്ചത് ഒരു 5-6 മാസം നോക്കിയിട്ട് പിന്നെ ഒന്ന് റെഡി ആക്കിയെങ്കിൽ PRP ചെയ്യാൻ വിചാരിച്ചത്. ഇതണ്ട ഇതെല്ലാം തേച്ച് കഴിയുമ്പോഴേക്ക് മുടിയെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് മുട്ട കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് തേക്കാൻ ഇഷ്ടമില്ലാത്ത. ആദ്യമല്ലോ പിന്നെ വൈദ്യുതി പറഞ്ഞ പോലെ ഞാൻ നിന്നിന്. പക്ഷേ പിന്നെ എന്താ പറയുക പിന്നെ എനിക്ക് വല്ലാണ്ട് അത് പുറത്തൊന്നും ഇറങ്ങാൻ കഴിയില്ല. അത്രയും എന്താ പറയുക ഡ്രൈ അല്ല പിന്നെ പറ്റി പിടിച്ചിട്ടുള്ളത്. മുട്ട ശരിക്ക് കാണും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിവാക്കി. ഞാൻ പിന്നെ വൈദ്യുതി അടുത്ത് പോയിട്ട് പറഞ്ഞേ വൈദ്യുരേ ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. വൈദ്യുതിയുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ PRP എന്ന് പറയില്ലേ, PRP ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ മാത്രം വേർതിരിക്കും. എന്നിട്ട് ആ പ്ലാസ്മയാണ് നമ്മളെ തലയ്ക്ക് മൊത്തത്തിൽ പിന്നെ ഇഞ്ചെക്ട് ചെയ്ത് വിടൽ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മളെന്താ പറയുക കുഞ്ഞി പിന്നെ എന്താ പറയുക ഹെയർസ് വരും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ യൂസ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ചെറിയ കുഞ്ഞു വരാൻ തുടങ്ങി. അത്ര ഒരു സ്ട്രോങ് ഒന്നല്ല, പക്ഷെ കുഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും PRP ചെയ്യേണ്ട, നമുക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ആയുർവേദ മരുന്നല്ലേ, അതിനൊരു ഗുണം ഉണ്ടാവുമല്ലോ. ഗായ്സ് ഇപ്പം ഞാൻ ഏകദേശം 1 മാസത്തോളമായി നമ്മൾ അവഞ്ചർ തൊട്ടിട്ട് വേറെ ഒന്നല്ല, ഫുൾ തിരക്കാണ്. കല്യാണ തിരക്കും കാര്യങ്ങളെല്ലാം ആയി. പിന്നെ അതുപോലെ തന്നെ 1-1.5 മഴയാണ്. മഴ പെയ്യുമ്പോൾ എന്ന് അറിഞ്ഞാൽ വണ്ടി എടുത്ത് പുറത്ത് പോകാണ്ടിക്കല നല്ല. വന്നു കഴിഞ്ഞാലാണ് പണി. വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തുടച്ച് വെക്കണം, അല്ലെങ്കിൽ റെസ്റ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടെന്ന് അറിഞ്ഞാൽ ഇതവിടെ സൈഡിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ ഷിറു എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കോടി നീ സ്റ്റാർട്ട് ചെയ്ത് വെക്കണേ അവഞ്ചർ നോക്കണേ എന്നെല്ലാം പറഞ്ഞു. ഞാൻ ശരി എന്നെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ അത് അങ്ങ് മറന്നു. നാളെ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ ആയി. നാളെ നീളെ അതുപോലെ തന്നെ സംഭവിച്ച്. പിന്നെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ മിന്നാന്ന് വിചാരിച്ചു ഏതായാലും ഒന്ന് വണ്ടി കഴുകിയിട്ടെല്ലാം വെക്കുക. കാരണം വെറുതെ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി പിടിക്കുന്നുണ്ട്. അവിടെ ഒന്ന് എടുത്ത് കഴുകാന്നെല്ലാം വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത് വെക്കുമെങ്കിൽ സ്റ്റാർട്ടാകുന്നില്ല. കിട്ടിയില്ലേ പണി. ഷിറുവിനോട് പറയാൻ പറ്റുമോ? ഷിറുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 1-1.5 ചീത്ത കിട്ടുമെന്ന് അറിയാം. എന്നിട്ട് ഞാൻ ഒരു ദിവസം അവിടെ പിടിച്ച് നിന്ന് പറയേണ്ടതാണെന്ന് വിചാരിച്ചേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെല്ലാം നോക്കി. പിന്നെ എനിക്കും പേടിയായി. കാരണം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് ഇഗ്നിഷനായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം അവതരിപ്പിച്ച ഷിറു അത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കലുണ്ട് എന്നും കൂടി കള്ളത്തരം പറ ആദ്യം. പിന്നെ ഷിറുവിന് മനസ്സിലായി. ഷിറുവിനോട് അറിയാം സത്യം പറ എത്രയായി സ്റ്റാർട്ട് ചെയ്യാത്ത. ഞാൻ ഏകദേശം 1 മാസം കഴിഞ്ഞ്. ഓക്കെ എന്നാൽ പിന്നെ നോക്കണ്ട, എന്നീ സ്റ്റാർട്ട് ചെയ്ത് കളിക്കണ്ട, വേഗം വർക്ക്ഷോപ്പിൽ ആരെങ്കിലും വിളിച്ചോന്ന് പറഞ്ഞിട്ട് അവിടെ സോൾവ് ആക്കി. നല്ല ചീത്തയും കിട്ടി കേട്ടോ. എന്നിട്ട് അങ്ങനെ വർക്ക്ഷോപ്പിൽ വിളിച്ച് ബിജുവേട്ടൻ വരാന്നെല്ലാം പറഞ്ഞു. 2 ദിവസമായിട്ട് എന്നോട് വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ഇന്നും ഇപ്പം 5 മണിയായി കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഇനി വിളിക്കണ്ട, പോയിട്ട് നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നെങ്കിലും മഴ കൊണ്ടായിരിക്കും അവർ വരാത്തത്. ആളിവിടെ നോക്കിയാൽ നല്ല 1-1.5 പണിത്തിരക്കിലാണ്. കുറേ ആൾക്കാർ വെയിറ്റിങ്ങും. അതോട് പിന്നെ എന്നോട് ഇനിയിപ്പം പോയിക്കോ, ഇപ്പം വരാകേല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ഒരു 7 മണിയെല്ലാം ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാൻ വരുമോ ഇല്ലെന്ന് അറിയില്ല, ഏതായാലും നോക്കാം. വന്നപ്പാട് നേരെ ഞാൻ കിച്ചണിലേക്ക് വന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിന്നർ വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. ഇപ്പോൾ സമയം 5:30 മണി ആയിട്ടുള്ളൂ. പക്ഷേ 7 മണിയാകുമ്പോഴേക്ക് ഡിന്നർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാച്ചുനെ ഹെൽപ്പ് ചെയ്യുക. കാരണം നാളെ ഒരു എക്സാം കൂടി ഉണ്ട്. ഫൈനലായി സമാധാനമായി. എക്സാം ആയതെന്ന് പറഞ്ഞാൽ വേഗം എളുപ്പമുള്ള സാധനങ്ങൾ വേഗം ഉണ്ടാക്കിയിട്ട് അങ്ങ് തീർക്കലാണ്. പിന്നെ ഇന്ന് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയുമില്ല. ഉച്ചക്ക് ഉമ്മ മീൻകറി വെച്ചിട്ടാകെ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെ കറിയും കൂടി ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കും. ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പോഴേക്ക് പനീറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും പനീർ വെച്ച് പറാത്ത ഉണ്ടാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പനീർ പറാത്ത ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. പനീർ പറാത്ത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കാരണം അതിൻ്റെ ഫില്ലിംഗ് ഒന്നും നമുക്ക് ചൂടാക്കൊന്നും വേണ്ട. എല്ലാം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ പനീർ ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ചപ്പാത്തിക്ക് വേണ്ടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതേപോലെ കുഴച്ച് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും ആവശ്യത്തിനെല്ലാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ചപ്പാത്തിയും ചൂടില്ല, അതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. പൊറാത്തേനെ ചുട്ട് കഴിയുമ്പോഴേക്ക് ബിജുവേട്ടനും എത്തി. ഞാൻ വിചാരിച്ചു എന്തായാലും വരില്ല, 7 മണി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വരില്ല. പക്ഷേ ഇതാൾ വന്നപ്പോൾ തന്നെ അവഞ്ചർ സ്റ്റാർട്ടാക്കി റെഡിയായി. ബിജുവേട്ടൻ എന്തായിരുന്നു പ്രശ്നം? ബാറ്ററി പോയതല്ല, ഫ്യൂസ് പോയതാ. അതെൻ്റെ ഫ്യൂസും കൂടി പോവേനു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എന്താ പറയുന്നറിയോ, നീ സ്റ്റാർട്ടാക്കാത്തതുകൊണ്ട്. ഞാൻ ഒരു പൊറാത്ത എടുത്തിട്ട് ഫ്രണ്ടിലേക്കാണ് ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് കഴിക്കാന്ന്. ഞങ്ങൾക്ക് അറിയൊന്നും ഇല്ലാത്ത ദിവസം ഇടയ്ക്കൽ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. കാരണം വെച്ചാൽ മറ്റേതാകുമ്പോൾ കറി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. അതാകുമ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് വെറുതെ ഇങ്ങനെ തിന്നാം. പിന്നെ തൈരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കി തിന്നാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ അച്ചാറുണ്ടെങ്കിൽ അച്ചാറിൽ മുക്കി തിന്നാം. ഞാൻ ഇന്ന് പിന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ തിന്നാൻ വിചാരിച്ച്. ഇതിൽ പിന്നെ കൂടുതലായിട്ട് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളെ ഹെൽത്തിനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ പനീറാണ് ഒരു അഡീഷണൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ പനീർ ഹെൽത്തി ഒന്നല്ല, പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.